യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ, ആശു തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ആർക്കും നേതൻ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ, പാർക്കും നേതൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നെ, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നെ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. എന്നോ തീരും എന്റെ ഘട്ടമെന്നീ മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നോ തീരും എന്റെ ഘട്ടമെന്നീ മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്നെ ശുദ്ധരോർത്തു പാടിയാകുമേ, അന്നു തന്നെ ശുദ്ധരൊത്തു പാടിയാകുമേ. എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം. നല്ലവനെ വല്ലഭനെ പൊന്നുകാതനെ അല്ല തീർക്കാനെന്നു വന്നു ചേർത്തിടുമെന്നെ. നല്ലവനെ വല്ലഭനെ പൊന്നുകാതനെ അല്ല തീർക്കാനെന്നു വന്നു ചേരിടുമെന്നെ. തുല്യമില്ല മോദത്തോടു വീണകളെ, തുല്യമില്ല മോദത്തോടു വീണകളെ. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ, ആശു തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. ഇന്ന് കൺവെൻഷൻ്റെ 2ാം ദിവസത്തേക്കും നമുക്ക് സഭയായി ഇങ്ങനെ കൂടി വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനങ്ങൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്നത് മുംബൈയിൽ നിന്നും കർത്തദാസൻ തോമസൻ ബി തോമസ് ആണ്. അദ്ദേഹത്തെ നമുക്ക് എല്ലാം
ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കടന്നു വന്ന് നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്ത ഒരു ദൈവദാസനാണല്ലോ. അവിടെയും ക്രിസ്തു ശുശ്രൂഷയിലായിരിക്കുന്നു. മാത്രമല്ല താൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃവേലയിൽ തുടർന്നും പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം പ്രിയ കർത്തദാസനെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇന്നത്തെ ദിവസം രാവിലെ ബൈബിൾ ക്ലാസ്സും വൈകിട്ട് നമ്മുടെ വചനഘോഷണവുമാണല്ലോ. ഇപ്പോൾ നാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 10 മുതൽ 12 വരെയാണ് ബൈബിൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 10 മുതൽ 11 വരെ ആദ്യത്തെ സെഷനും 15 മിനിറ്റ് ടീ ബ്രേക്കും, അതിനുശേഷം 12 വരെ തുടർന്നും ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. നാം പ്രാർത്ഥനയോടെ ഇവിടെ ആയിരിക്കാം. ഇന്നലത്തെ ബൈബിൾ ക്ലാസ്സും അതിൻ്റെ ക്ലാസ്സുകളും ശുശ്രൂഷയെല്ലാം നമുക്ക് വളരെ അനുഗ്രഹകരമായിരുന്നു എന്ന് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തിൽ നാം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിന്മേലും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നാം പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇപ്പോൾ മാത്തുക്കുട്ടി വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ രാവിലെ സമയത്തിനായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ 2ാം ദിനത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളെ അവിടുന്ന് സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ആവശ്യമായ ദൈവകൃപ കർത്താവ് പകർന്നു തന്നു. ഇന്ന് രാവിലെയും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. സഭയായിട്ട് ഈ പ്രദേശത്ത് അങ്ങയുടെ സാക്ഷ്യം പുലർത്തുവാൻ ഇടയാക്കിയത് നന്ദിയോടുകൂടെ ഞങ്ങൾ ഓർക്കുകയാണ്. പ്രത്യേകാൽ ഇന്ന് രാവിലെ സമയം ദൈവവചനം കേൾക്കുവാൻ, അത് പഠിക്കുവാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. അവിടുത്തെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പുഷ്ടി നൽകുന്നത് അവിടുത്തെ വചനമാണ്. ആ വചനം ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് കൊണ്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയദാസൻ തോമസൻ ബി തോമസ്, അദ്ദേഹത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവിലൂടെ പ്രിയപ്പെട്ട ദാസനെ അവിടുന്ന് നിറച്ച് അയച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നൽകേണ്ട സന്ദേശം എന്താണെന്നോ അത് ഞങ്ങൾക്ക് ആവശ്യമായത് നൽകി ഇന്നത്തെ ശുശ്രൂഷയെ ആദിയോടന്തം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായിട്ടും സ്തോത്രം. പലരും വഴിമധ്യയാണ്, അവരൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹീതമായൊരു ശുശ്രൂഷ ഇന്ന് പകൽക്കാലം നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലമാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. സകലതും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായിട്ട് പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ. ശേഷം വീണ്ടും ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന കൺവെൻഷനോട് അനുബന്ധിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഈ ബൈബിൾ ക്ലാസ്സിൽ വചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്നിരിക്കുന്ന അവസരത്തിനായിട്ടും സ്തോത്രം. കർത്താവിനോട് അതിന് നന്ദിയുള്ളവനായിരിക്കെ ഇതിന് ക്ഷണിക്കുകയും ഇതിനുള്ള അവസരം നൽകുകയും ചെയ്ത സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരോടുള്ള എൻ്റെ നന്ദിയെ ഞാൻ പ്രാരംഭത്തിലെ അറിയിക്കുന്നു. നാം ഒന്നിച്ച് രാവിലെ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ നന്മയ്ക്ക് മുഖാന്തരമായി തീരുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ക്ഷമയെ സംബന്ധിച്ച്, ഫോർഗിവ്നെസ്, അത് സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് രാവിലെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടിടയായി തീർന്നത്. അത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അല്പം ഒന്ന് കേൾക്കുവാനായിട്ട് ഇടയായി. എന്താണ് പഠിച്ചതെന്നറിഞ്ഞാൽ അതോട് ചേർന്ന് തന്നെ ഇന്നും മുൻപോട്ട് പോകാനായിട്ട് ഇടയാകുമല്ലോ. അതിനുവേണ്ടി അങ്ങനെ ക്ഷമ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പഠിച്ചത് എന്നുള്ളത് അറിയുവാനായിട്ടിടയായി. അല്ലെങ്കിൽ ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും തമ്മിൽ ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ ദൈവിക സ്വഭാവം കാട്ടുന്നതിൻ്റെ ആവശ്യം, അതോട് ചേർന്നുള്ള ചിന്തകൾ തന്നെ ഇന്നും
പങ്കിടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് എഫേസ്യ ലേഖനത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം പ്രാരംഭമായിട്ട് 14-ാം വാക്യം മുതൽ അതിൻ്റെ 19-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. നാം വായിച്ച വേദഭാഗത്തെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരുമാറാകട്ടെ. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നാം വായിച്ചു കേട്ടത്. താൻ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊരിന്ത്യർ പൗലോസിനെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു: അവൻ്റെ ലേഖനങ്ങൾ ഘനമുള്ളവയും ഊറ്റമേറിയതും ആണ് എന്ന്. 2 കൊരിന്ത്യർ 10-ാം അധ്യായം വായിക്കുമ്പോൾ നാം അത് കാണുന്നുണ്ട്. അതോടൊപ്പം അവർ പറഞ്ഞു അവൻ്റെ ശരീര സാന്നിധ്യം ബലഹീനമാകുന്നു എന്നും. നല്ലത് പറയുമ്പോൾ ലേഖനങ്ങൾ ഊറ്റമുള്ളതാണ്, അത് ശക്തിമത്താണെന്നുള്ള കാര്യം അവർ സമ്മതിക്കുക. അത് വാസ്തവമാണ്. ഗലാത്യ ലേഖനവും കൊരിന്ത്യ ലേഖനവും ഒക്കെ വായിക്കുമ്പോൾ എത്ര ശക്തിയായിട്ടുള്ള വാക്കുകളാണ് പൗലോസ് വിശ്വാസികൾക്ക് നൽകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള തൻ്റെ ലേഖനങ്ങൾ വായിച്ചാൽ വളരെ ഹൃദ്യമായിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചില ഭാഗങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് തൻ്റെ ലേഖനങ്ങളിലുടനീളം കാണുന്ന തൻ്റെ പ്രാർത്ഥനകളാണ്. പൗലോസിൻ്റെ പ്രാർത്ഥനകൾ തന്നെ അതിൽ തന്നെ അതൊരു വിഷയമാണ്. അതൊക്കെ ധ്യാനിക്കുന്നുവെങ്കിൽ അനവധി ആത്മീയ സത്യങ്ങൾ നമുക്ക് അവിടെ നിന്നൊക്കെ പെറുക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള തൻ്റെ പ്രാർത്ഥനകളെല്ലാം ഒന്ന് അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് ക്രമത്തിൽ വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് നാം ഇപ്പോൾ വായിച്ചു കേട്ട ഈ പ്രാർത്ഥന അതിൻ്റെ ഏറ്റവും ആ ലിസ്റ്റിൻ്റെ ഏറ്റവും മുകളിലുണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ പൗലോസിൻ്റെ പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണിതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ വാക്യം നാം നോക്കുമ്പോൾ, ഈ ഭാഗം നാം നോക്കുമ്പോൾ താൻ 4 കാര്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒന്നാമതായിട്ട് അവർ ശക്തിപ്പെടണം, അവരാത്മാവിൽ ശക്തിപ്പെടണം. രണ്ടാമതായിട്ട് എന്താണ് രണ്ടാമത്തേതായി നമുക്ക് കാണാൻ കഴിയുന്നത്? ക്രിസ്തു വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളിൽ വസിക്കണം. മൂന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അവർ അറിയണം. നാലാമതായിട്ട് അവർ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരികയും ചെയ്യണം. വീണ്ടും ആവർത്തിക്കാം. അവർ ആത്മാവിൽ ശക്തിപ്പെടണം. രണ്ടാമതായിട്ട് ക്രിസ്തു ഹൃദയങ്ങളിൽ വസിക്കണം. മൂന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവർ അറിയണം. നാലാമതായിട്ട് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരികയും വേണം. നാം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അതിലൊരു ക്രമം പ്രത്യേകാൽ നമുക്ക് ശ്രദ്ധേയമാണ്. ആദ്യത്തേത് യു ഷുഡ് ബി സ്ട്രെങ്തൻഡ് ഇൻ ദ ഇന്നർ മാൻ. രണ്ടാമത് ദാറ്റ് ക്രൈസ്റ്റ് മേ ഡ്വെൽ ഇൻ യുവർ ഹാർട്ട്സ്. മൂന്നാമതായിട്ട് ദാറ്റ് യു മേ നോ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. നാലാമതായിട്ട് ദാറ്റ് യു മേ ബി ഫിൽഡ് വിത്ത് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. അവിടെ ഞാനത് ഇംഗ്ലീഷിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആ ദാറ്റ് പ്രയോഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതിനായിട്ടാണ്. നിങ്ങൾ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ശക്തിപ്പെടണം. എന്തിനായിട്ട്?
ദാറ്റ് ക്രൈസ്റ്റ് മേ ഡ്വെൽ ഇൻ യുവർ ഹാർട്ട്സ്. എന്തിനായിട്ട്? ദാറ്റ് യു മേ നോ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. എന്തിനായിട്ട്? ദാറ്റ് യു മേ ബി ഫിൽഡ് വിത്ത് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. അവിടെ ഒരു പ്രോഗ്രഷൻ, ക്രമാനുഗതമായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യം ഒന്നാമത്തത് ഉണ്ടായാലേ എന്ത് രണ്ടാമത്തതിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തതുണ്ടെങ്കിലേ എന്ത് മൂന്നാമത്തതുള്ളൂ. മൂന്നാമത്തതുമുണ്ടെങ്കിലേ നാലാമത്തതുള്ളൂ. അതാണ് ഞാൻ അവിടെ ഒരു ക്രമാനുഗതമായിട്ടുള്ള വളർച്ച, പ്രോഗ്രഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞത്. ആദ്യത്തതില്ലാതെ രണ്ടാമത്തതില്ല, രണ്ടാമത്തതില്ലാതെ മൂന്നാമത്തതില്ല, മൂന്നാമത്തതില്ലാതെ നാലാമത്തതില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം, ആ നാലാമത്തെ പെറ്റിഷൻ, നാലാമത് താൻ പറയുന്ന ആ ആവശ്യം, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സംഗതിയാണ് പ്രാർത്ഥനയിലെ ഏറ്റവും ഉന്നതമായ കാര്യം. എന്താണത്? നിങ്ങൾ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാട്ട് എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണം. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണം. അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. എന്താണ് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണമെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ എന്ത് നിറഞ്ഞിരിക്കുന്നുവോ അവൻ്റെ നിറവെന്തോ അത് വിശ്വാസികളിൽ ഉണ്ടായി വരണം. ആ നിറവ് നമുക്കുണ്ടാവണം. അപ്പോൾ ദൈവത്തിൻ്റെ നിറവെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ഇങ്ങനെ വിചാരിക്കുക, ഇവിടെ ഈ പുൾപിറ്റ് ഇരിക്കുന്നു, ഈ സ്റ്റാൻഡ് ഇരിക്കുന്നു. ഈ സ്റ്റാൻഡിൻ്റെ നിറവെന്ന് പറയുന്നത് എന്താണ്? ഇതെന്തിനാലാണ് ഉണ്ടാക്കപ്പെട്ടത്? അതാണ് എന്ത്? ഈ സ്റ്റാൻഡിൻ്റെ നിറവ്. തടിയുണ്ട്, ആണി കാണും, ഇങ്ങനെ പല കാര്യങ്ങൾ, അതെല്ലാം ഒന്നായിട്ട് ചേർന്നാണ് ഈ സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ നിറവെന്ന് പറയുന്നത് ഇതെന്തിനാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നുവോ അതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നിറവ് എന്താണ്? ദൈവത്തിൻ്റെ നിറവിനെ കുറിച്ച് ഒന്നേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ, അത് അവൻ്റെ ഗുണലക്ഷണങ്ങളാണ്. ഹിസ് ആട്രിബ്യൂട്ട്സ്, ദൈവത്തിൻ്റെ ഗുണലക്ഷണങ്ങൾ. ദൈവത്തെ ഇന്നതുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് പറയുവാൻ സാധ്യമല്ല. ആ ദൈവം എന്നും ഉള്ളവനാണ്, നിത്യനാണ്, സനാതനായി ഉള്ളവനാണ്. അവൾ ഇന്നതുകൊണ്ടുണ്ടാക്കി, അവൻ ആത്മാവാകുന്നു, ഇന്നതിനാലെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. അപ്പോൾ ദൈവത്തിൽ എന്ത് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം അവൻ്റെ സ്വഭാവ ഗുണങ്ങളാണ്, അവൻ്റെ ഗുണവിശേഷണങ്ങളാണ്. അവൻ്റെ ഗുണവിശേഷണങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായി വരണമെന്നുള്ളതാണ് പൗലോസ് ഇവിടെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇതിനപ്പുറമായി ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ വെച്ച് ആഗ്രഹിക്കുവാൻ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രാർത്ഥന. ആ നാലാമത്തെ പെറ്റീഷനാണ് ആ പ്രാർത്ഥനയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നാം നിറഞ്ഞു വരണം. എഫേസ് ലേഖനം വായിച്ചാൽ ഈ കാര്യമാണ് ഇതിൻ്റെ ഈ ലേഖനത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള വിഷയം. ദൈവത്തിൻ്റെ എല്ലാ നിറവും വിശ്വാസികളിൽ നിറയണമെന്നുള്ളത്. കൊലോസ് ലേഖനത്തിലും നിറവ് സംബന്ധിച്ചുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പറഞ്ഞാട്ട് അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കൊലോസ് ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഈ നിറവ് നാം കാണുന്നു, സമ്പൂർണത കാണുന്നു. എന്നാൽ വ്യത്യാസമുണ്ട്. എന്താണ് അവിടെ കൊലോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ എല്ലാ സമ്പൂർണതയും ക്രിസ്തുവിൽ. എന്നാൽ എഫേസ് ലേഖനത്തിൽ ഇവിടെ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ പ്രധാന വിഷയം അതല്ല, ശരീരത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ നാം അറിയുന്നത് പോലെ സഭയെക്കുറിച്ചാണ്. സഭയിലുള്ള നിറവ്, ശരീരത്തിലുള്ള നിറവ്. കൊലോസ് ലേഖനത്തിൽ തലയിലുള്ള നിറവാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള നിറവാണ്. ദൈവത്തിൻ്റെ സമ്പൂർണത മുഴുവൻ ക്രിസ്തുവിൽ. എന്നാൽ എഫേസ് ലേഖനത്തിൽ നമ്മിൽ, അല്ലെങ്കിൽ വിശ്വാസികളിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമായിട്ടുള്ള സഭയിലുണ്ടാകേണ്ട നിറവിനെ കുറിച്ചാണ് നാം കാണുന്നത്. മാത്രമല്ല മറ്റൊരു വിഷയം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, വ്യത്യാസം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ സകല സമ്പൂർണതയും എന്ന് കൊലോസ് ലേഖനത്തിൽ പറയുമ്പോൾ അവൻ്റെ ദൈവത്വത്തെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിലുള്ള സകലവും, അവൻ്റെ ദൈവത്വത്തിൻ്റെ ഗുണലക്ഷണങ്ങളും സകലവും അവനിലുണ്ട്. പിതാവിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പുത്രനിലുണ്ട്.
എന്നാൽ ശരീരത്തെക്കുറിച്ച്, നമ്മെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല, അല്പ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഇതാണ്: നമ്മിൽ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ആ ദൈവികമായിട്ടുള്ള ആ ഡിവൈൻ ആട്രിബ്യൂട്ട്സ് അല്ല, പിന്നെ അവൻ്റെ ആ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ റിലേറ്റീവായിട്ടുള്ള അവൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്, അവൻ്റെ ഗുണലക്ഷണങ്ങളാണ്. ഒന്നുകൂടി അത് വിശദമാക്കാം. നമുക്കറിയാം, ആ ദൈവത്തിൻ്റെ ഗുണലക്ഷണങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അതിങ്ങനെ പറയും: കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ആൻഡ് ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. അത് മറ്റുള്ളവർക്ക് പകരുവാൻ കഴിയുന്ന ഗുണങ്ങൾ, പിന്നെ മറ്റുള്ളവർക്ക് പകരുവാൻ കഴിയാത്ത ഗുണലക്ഷണങ്ങൾ. ഇങ്ങനെ വിചാരിക്കുക: ദൈവം സർവജ്ഞാനിയ, സർവശക്തന, സർവവ്യാപിയ. ഇതൊക്കെ ദൈവത്തിന് മാത്രമുള്ള ഗുണങ്ങളാണ്. ദേ ആർ ഇൻകമ്മ്യൂണിക്കബിൾ. സൃഷ്ടിക്കത് നൽകുവാൻ സാധ്യമല്ല. നാമൊക്കെ സൃഷ്ടികളാണല്ലോ, നമുക്കത് ആർജിക്കുവാൻ സാധിക്കുന്നതല്ല. അത് ദൈവത്തിന് മാത്രമുള്ള ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇങ്ങനൊരു വാക്യം എങ്ങും കാണാനായിട്ട് സാധ്യമല്ല: ഞാൻ സർവശക്തനാകയാൽ നിങ്ങളും സർവശക്തരാകുവിൻ. ഉണ്ടോ എവിടെയെങ്കിലും? എവിടെയെങ്കിലും കാണുന്നുണ്ടോ അങ്ങനെ? ഇല്ല, എങ്ങും നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. കാരണം അത് ദൈവത്തിന് മാത്രമുള്ള ഗുണമാണ്. എന്നാൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അത് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് നമ്മോട് കൂടെ പങ്കിടുവാൻ സാധ്യമായിട്ടുള്ള ഗുണലക്ഷണങ്ങളുണ്ട്, നമുക്ക് നമ്മോട് കൂടെ പങ്കിടുവാൻ സാധ്യമല്ലാത്ത ഗുണലക്ഷണങ്ങളുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് അവനിൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണത വസിക്കുന്നുവെന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കബിൾ ആൻഡ് ഇൻകമ്മ്യൂണിക്കബിൾ, അല്ലെങ്കിൽ പങ്കിടുവാൻ കഴിയാത്തതുമായിട്ടുള്ള ദൈവത്തിൻ്റെ സകല ഗുണങ്ങളെയും കുറിച്ചാണ്. പിതാവിൽ എന്തൊക്കെയുണ്ടോ, അല്ലെങ്കിൽ അദർശനായ ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ, അത് പുത്രനിലുമുണ്ട്. ഞാനത് അധികമായിട്ട് വിശദീകരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും വിശ്വാസികൾ നിറഞ്ഞു വരണമെന്ന് പറയുമ്പോൾ ആ ഇൻകമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് അല്ല, നാമമൊത്ത് പകരുവാൻ കഴിയാത്തതായിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ കുറിച്ചല്ല, പിന്നെ നമ്മോട് കൂടെ അല്ലെങ്കിൽ നമ്മിൽ പകരുവാൻ സാധ്യമാകുന്ന അവൻ്റെ ഗുണലക്ഷണങ്ങളാണ്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ക്രിസ്തുവിനോടുള്ള ആനുരൂപ്യത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുത്രനിലാണ് ദൈവത്തിൻ്റെ സകല ഗുണങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഭൂമിയിൽ ജീവിച്ച പുത്രനിൽ, ആ പുത്രൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപരാകണം. വീണ്ടെടുപ്പിൻ്റെ ആത്യന്തിക ലക്ഷ്യം അതാ. നാം അവനെ പോലെയാകുക, പുത്രനെ പോലെയാകുക. അത് അവൻ ചെയ്തുകൊണ്ടിരിക്കുക, ഒരളവിൽ നാം വളർന്നുകൊണ്ടിരിക്കുക. ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പുത്രനിൽ വിളങ്ങിക്കണ്ട ആ ഗുണലക്ഷണങ്ങളെല്ലാം വിശ്വാസികളിൽ ഉണ്ടായി വരണം, അവരിൽ അത് നിറഞ്ഞു വരണം. ആ കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിനപ്പുറമായി, അതിൽ വലുതായിട്ടുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കുവാൻ, ആഗ്രഹിക്കുവാൻ ഇല്ല. കർത്താവിനെ പോലെയായിത്തീരുക. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ആ കാര്യം തന്നെയാണ് ഇന്നലെയും ചിന്തിച്ചത്. ദൈവം പുത്രനിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ ഇല്ലേ, അതല്ലേ പഠിച്ചത്? നാമും തമ്മിൽ ക്ഷമിക്കണം, ഇല്ലേ? നാം തമ്മിൽ ക്ഷമിക്കണം. അതേ കാര്യമായതും പുത്രന്റെ സ്വഭാവം, ദൈവത്തിൻ്റെ സ്വഭാവം. ഇന്നലെ നിങ്ങൾ കണ്ടത് ക്ഷമിക്കുന്ന കാര്യമാണ്, സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹം ആവശ്യമാണല്ലോ, താഴ്മയും അങ്ങനെയുള്ള ഗുണലക്ഷണങ്ങളൊക്കെ ആവശ്യമാണ്. തമ്മിൽ ക്ഷമിക്കണമെങ്കിൽ ഇവിടെയും അതേ കാര്യമാണ്. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പൗലോസ് അത് അവർക്ക് നിർദ്ദേശിച്ചുവെങ്കിൽ, ഈ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പൗലോസ് അതേ കാര്യത്തിനായി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഭാഗം നാം നോക്കുമ്പോൾ ഇത് നമ്മുടെയും ആഗ്രഹമായിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. പുത്രൻ്റെ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ വേണം. ആ തലയോടുള്ള ആനുരൂപ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ദൈവത്തിൻ്റെ ഗുണലക്ഷണങ്ങൾ, ആർജിതമായിട്ടുള്ള ഗുണലക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി വരണം. ഇത് വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വേണ്ടും വേണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും അതുപോലെ സഭാ ജീവിതത്തിലുമൊക്കെ ഇത്രമാത്രം താറുമാറായിട്ടുള്ള അവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, തകർച്ചകൾ കാണുവാനായിട്ട് സാധിക്കുന്നത്.
ഈ ഗുണങ്ങൾ, പുത്രനിലുള്ള ഗുണങ്ങൾ, ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അനവധി ഇത്രമണ്ണം ഉണ്ടായിരിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഇത് നമ്മുടെയും ആഗ്രഹമായിരിക്കട്ടെ ഈ ദിവസം. ഇനി തുടർന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, വളരെ വിശദമായിട്ട് പോകുവാൻ നമുക്ക് സമയമില്ല. ആദ്യം നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരുവാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം സ്വർഗം ചെയ്തു എന്നുള്ള കാര്യമാണ്. അത് മിക്കവാറും ഈ ആദ്യത്തെ ഭാഗത്ത് തീർക്കാനായിട്ട് ശ്രമിക്കും. പിന്നീട് രണ്ടാമത്തെ ഭാഗത്ത് വീണ്ടും നാം കൂടി വരുമ്പോൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി വരുവാൻ നാം എന്ത് ചെയ്യണമെന്നുള്ള കാര്യമാണ്. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വിഷയം മനസ്സിലായെന്ന് കരുതുന്നു. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും ഞാനും നിങ്ങളും എല്ലാവരും നിറഞ്ഞു വരണം. ഇപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇനി ചുരുക്കമായി നാം കാണുവാനായിട്ട് പോകുന്നത്, അതിനാവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം ചെയ്തു എന്നുള്ളതാണ്. കർത്താവ് അനുവദിച്ചാൽ രണ്ടാമത്തെ ക്ലാസ്സിൽ നാം നോക്കുവാനായിട്ട് പോകുന്നത്, അത് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരുവാൻ നാം എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. ആദ്യത്തേതിലേക്ക് വരാം. ദൈവം ഇതിനായിട്ട് എന്തെല്ലാം ചെയ്തു? 3 കാര്യങ്ങൾ. 1, ദൈവം പുത്രനെ നമുക്ക് തലയായി നൽകി. വാക്യങ്ങളിലേക്ക് പിന്നീട് വരാം. 2, പുത്രൻ ദാനങ്ങളെ നൽകി. 3, പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാം കാണുന്നത്, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നാം നിറഞ്ഞു വരണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗുണലക്ഷണങ്ങൾ നമ്മിൽ ഉണ്ടാവണം. അതിനാവശ്യമായിട്ടുള്ളത് ദൈവം ചെയ്തിരിക്കുന്നു. 1, ദൈവം തൻ്റെ പുത്രനെ നമുക്ക്, എന്താ ഞാൻ പറഞ്ഞത്, തലയായി നൽകി. 2, പുത്രൻ എന്താണ്, ദാനങ്ങളെ നൽകി. പുത്രൻ ദാനങ്ങളെ നൽകി. 3, പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുന്നു. ഒന്നവിടെ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്, 3 വ്യക്തികളും, ആ തൃത്വത്തിലെ 3 വ്യക്തികളും ഈ കാര്യത്തിൽ വ്യാപരിക്കുന്നു എന്നുള്ള സംഗതിയാണ്. പിതാവ് ചെയ്യേണ്ടത് പിതാവ് ചെയ്യുന്നു, പുത്രൻ ചെയ്യേണ്ടത് പുത്രൻ ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. ഈ 3 ഇതിൽ വ്യാപരിക്കുന്നുവെങ്കിൽ ഈ കാര്യം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നുള്ള കാര്യം നമ്മെ അത് ഓർപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇന്നലത്തെ ക്ലാസ്സുമായിട്ടൊന്ന് ബന്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവിടെ നാം കണ്ടു, ക്ഷമിക്കണം, അത്ര പാടുള്ള കാര്യമാണ്. ഇല്ല, എത്രയോ കാര്യങ്ങൾ നമുക്ക് ക്ഷമിക്കാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ നിറവ് വേണ്ടുവണ്ണം ഉണ്ടാകുന്നില്ല? എന്നാൽ നാം ഓർക്കേണ്ടത്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരുവാൻ തക്കവണ്ണം സ്വർഗം ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു. പിതാവ് ചെയ്യേണ്ടത് പിതാവ് ചെയ്യുന്നു, പുത്രൻ ചെയ്യേണ്ടത് പുത്രൻ ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. ഇത് നടക്കുന്നില്ലെങ്കിൽ കുറ്റം നമ്മുടേതാ. ഇനിയും ഈ അധ്യായങ്ങളിലേക്ക് വരിക. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എവിടെ കാണുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ആദ്യമായി കൊണ്ടുവരാം. 1-ാം അധ്യായം, അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. 1-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പിതാവായ ദൈവം പുത്രനിൽ ചെയ്ത കാര്യമാണ് ഇവിടെ നാം കാണുന്നത്. അതിൻ്റെ മുമ്പുള്ള വാക്യങ്ങൾ തൊട്ട് വായിച്ചാൽ അവിടെയും നാം കാണുന്നത് പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്.
വിശ്വാസികൾക്ക് വേണ്ട ഹൃദയദൃഷ്ടി, ആ പ്രകാശനം, അതിനുവേണ്ടി താൻ പ്രാർത്ഥിക്കുക. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നാം പോകുന്നില്ല. അവരുടെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവർ കാണേണ്ട കാര്യങ്ങളെക്കുറിച്ച് താൻ പറയുന്നു. 3 കാര്യങ്ങൾ അവിടെയും നാം കാണുന്നു. മൂന്നാമത്തത്, ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയെക്കുറിച്ച് അവർ മനസ്സിലാക്കണം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തി, അതേക്കുറിച്ച് എങ്ങനെയൊക്കെ വിചാരിക്കാമോ അതിന് ഗ്രീക്കിൽ ഉപയോഗിക്കാവുന്ന വാക്കുകളെല്ലാം ഉപയോഗിച്ച് അവിടെ താൻ അതിനെ വിവരിക്കുന്നു. 18-19 വാക്യങ്ങളിൽ അത് നാം കാണുന്നുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ വാക്കുകൾ കൊണ്ട് താൻ വിവരിക്കാൻ ശ്രമിച്ചിട്ട് തനിക്ക് അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല. പിന്നെ 20-ാം വാക്യം തൊട്ട് അതിനൊരു ദൃഷ്ടാന്തം, ആ ശക്തിയുടെ പ്രവർത്തനത്തിനൊരു ദൃഷ്ടാന്തം താൻ കാണിക്കുക. അത് ക്രിസ്തുവിലും വ്യാപരിച്ചു. ആ ചിന്തകളുടെ ക്രമം നിങ്ങൾക്ക് മനസ്സിലാകുവാനാണ് അത്രയും വിശദീകരിച്ചത്. ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. ക്രിസ്തുവിൽ വ്യാപരിച്ചിട്ട് അതെങ്ങനെയുണ്ടായി? അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. പിന്നെ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. സകലവും അവൻ്റെ കാൽ കീഴാക്കി. എന്നിട്ട് നാം കാണുന്ന അവനെ സകലത്തിനും തലയാക്കി. മാത്രമല്ല, ശരീരമായിട്ടുള്ള സഭയ്ക്ക് അവനെ തലയായി നൽകിയിരിക്കുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഭാഗം ഒന്ന് നോക്കുക. 23-ാം വാക്യം, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന. ആരാണ് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ? ആരാണ് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ? ആർക്കും ഉത്തരം പറയണ്ടേ? എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരവ് ആർക്കും പറയണ്ടെങ്കിൽ 4-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ പൗലോസ് തന്നെ പറയുന്നത് നാം കാണുന്നുണ്ട്. 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, എല്ലാറ്റിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ആരാണിത്? എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ, എല്ലാവരിലും ഇരിക്കുന്നവൻ. ആരാണിത്? അവിടെ തന്നെ പറയുന്നുണ്ട്, പിതാവായ ദൈവം. ആ പിതാവായ ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ നാം കണ്ട എല്ലാവരെയും നിറയ്ക്കുന്നവൻ, ആ 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അവിടെ നാം കാണുന്ന എല്ലാവരിലും എല്ലാം നിറയ്ക്കുന്നവനെന്നുള്ള പ്രയോഗം പിതാവിനെ കുറിച്ചാണ്. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ അത് പിതാവാണ്. എന്നാൽ പൗലോസ് അവിടെ നിർത്തുകയല്ല. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ് അതാരാണ്? എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നത് പിതാവ്. ഇവിടെ നാം കാണുന്നത് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ് അതാരാണ്? അല്ലെങ്കിൽ പിതാവിൻ്റെ നിറവ് ആരാണ്? അത് ഉത്തരം പറയാൻ വലിയ പ്രയാസമുള്ളതായിരിക്കില്ല എന്ന് തോന്നുന്നു. പിതാവിൻ്റെ നിറവാരാണ്? അവനിലല്ലോ ദൈവത്തിൻ്റെ എല്ലാ സമ്പൂർണതയും. ആരാണത്? പുത്രൻ. പിതാവിൻ്റെ നിറവ് നാം പുത്രനിലാണ് കാണുന്നത്. അപ്പോൾ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവാണെങ്കിൽ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറമെന്ന് പറയുന്നത് പുത്രനാണ്. ഇനിയും ആ പുത്രനെ സഭയ്ക്ക് തലയായി നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് പിതാവ് ഈ സംഗതി നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് ആദ്യമായി ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ എല്ലാ നിറവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പിതാവ് പുത്രനെ നമുക്ക് തലയായി നൽകിയിരിക്കുന്നു. എന്താ ഈ തലയെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? ഇങ്ങനെ വിചാരിക്കുക, ഒരു നദിയുടെ തലയെന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സ്രോതസ്. The head of that river is the source, the origin. അതിൻ്റെ ആരംഭമാണ്. അപ്പോൾ ആ നദിയെ ഒന്ന് മനസ്സിലാക്കുക. ആ നദിയുടെ നിറവെന്ന് പറയുന്നത് അതിൻ്റെ സ്രോതസ്സിൽ നിന്നും വരുന്നവയാണ്. അപ്പോൾ ആ തല അവിടെ ഉള്ളത് കൊണ്ടാണ്, ആ ഒറിജിൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ആ നദി നിറയുന്നത്. ആ നിറവ് അവിടെ നിന്നും വരുന്നതാണ്. ഇവിടെ ഇത് ക്രിസ്തുവിനെ നമുക്ക് തലയായി നൽകിയിരിക്കുക. അതുകൊണ്ട് എന്താണ് നമുക്ക് സാധ്യമാകുന്നത്? അവനിലുള്ള നിറവ് ശരീരമായി നമ്മിൽ വരുവാൻ ഇടയാകുന്നു, സാധ്യമാകണം.
എന്നാൽ അത് ഞാൻ ചിന്തിക്കുമ്പോൾ ആ നിറവ് അവൻ്റെ സ്വഭാവ ഗുണങ്ങളാണെന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. ഇത് നമുക്ക് സാധ്യമാകുന്നോ എന്ന് നമ്മുടെ ജീവിതത്തിലൊന്ന് നോക്കേണ്ടത് ഏറെ ആവശ്യമാണ്. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് നമുക്ക് വരാം. കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ആണെന്ന് തോന്നുന്നു. കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനത്തിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും. ഇവിടെ പൗലോസ് തെറ്റായി പഠിപ്പിക്കുന്നവരെ കുറിച്ച് പറയുക. അവിടെ പറയുന്നത് അവർ തലയെ മുറുകെ പിടിക്കുന്നില്ല. തലയെ മുറുകെ പിടിക്കുന്നില്ല. നമുക്കൊരു തലയുണ്ട്, കർത്താവാണ്. അവനിൽ നിന്നുള്ള നിറവ് നമ്മിലേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ആ തലയെ മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്. തലയെ മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുമ്പോൾ അവനോടുള്ള കൂട്ടായ്മയിൽ നാം അനുദിനം നടക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. നമ്മുടെ ജീവിതം നാം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അവനും നമുക്കും മധ്യേ, കർത്താവിനും നമുക്കും മധ്യേ തടസ്സങ്ങളൊന്നും, അവനിലെ ജീവൻ നമ്മിലേക്ക് ഒഴുകുന്നതിന്, അവനിലെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നതിന് തടസ്സമായി ഒന്നുമില്ലാതെ നാം നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക. ചിലപ്പോൾ കൈയൊക്കെ ഒരു ക്ഷീണമുണ്ടാവും. പോയി ഒന്ന് പരിശോധിച്ചാൽ ചില നെർവ്സ് ഒന്നും വേണ്ട കണക്ഷൻ തലയോടില്ലാത്തതാണ് അതിൻ്റെ കാരണമെന്ന് കണ്ടെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഓരോ അവയവവും വേണ്ടുവണ്ണം പ്രവർത്തിക്കണമെങ്കിൽ തലയുമായി ശരിയായിട്ടുള്ള ബന്ധം ആവശ്യമാണ്. അപ്പോൾ ആത്മീയ ജീവിതത്തിലും അത് ആവശ്യമാണ്. കർത്താവ് നമുക്ക് തലയായിട്ടുണ്ട്. പിതാവ് ആ നിലയിൽ നമുക്ക് അവന് നൽകിയിട്ടുണ്ട്. അവൻ പിതാവിൻ്റെ നിറവാണ്, ദൈവത്തിൻ്റെ നിറവാണ്. ആ നിറവ് നമ്മിലേക്ക് വരണമെങ്കിൽ അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ അനുദിനം നടക്കുവാനായിട്ട് ഏറെ ആവശ്യമുണ്ട്. കർത്താവ് പത്രോസിനോട് പറഞ്ഞത് ഈ തരുണത്തിൽ ഓർക്കുന്നത് നല്ലതാ. ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ പറഞ്ഞാട്ട് നിങ്ങളാരും ഒന്ന് ഉത്തരം പറയില്ലേ? അത് രാവിലെ ഞങ്ങൾ ഉത്തരം പറയാനല്ല വന്നത്, പഠിക്കാനാണ് വന്നത്. ആ ഒരു ഭാവത്തിലാണ് എല്ലാവരും ഇരിക്കും തോന്നുന്നു. എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ നിങ്ങളെ കഴുകാഞ്ഞാൽ. ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്ന വാക്യങ്ങളാണല്ലോ. ഞാൻ നിങ്ങളെ കഴുകാഞ്ഞാൽ, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. യു ഹാവ് നോ പാർട്ട് വിത്ത് മീ. യു ഹാവ് നോ പാർട്ട് വിത്ത് മീ. യു ഹാവ് നോ പാർട്ട് ഇൻ മീ എന്നല്ല, നിനക്ക് എന്നിൽ പങ്കില്ലെന്നല്ല, പിന്നെ എന്നോട് കൂടെ. പാർട്ട് വിത്ത് മീ. എന്താ ഇൻ മീ, വിത്ത് മീ എന്നുള്ളതിൻ്റെ വ്യത്യാസം? അവനിൽ പങ്കില്ല, അവനോടുകൂടെ പങ്കില്ല. ആ രണ്ട് പ്രയോഗങ്ങളുടെ വ്യത്യാസം എന്താ? അവനിൽ പങ്കെന്ന് പറയുന്നത് ഇറ്റ് സ്പീക്സ് ഓഫ് റിലേഷൻഷിപ്പ്. അവനിൽ അവനിൽ എന്ന് പറയുമ്പോൾ ബന്ധത്തെ കാണിക്കുന്നതാ. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, ദൈവമക്കളാണെങ്കിൽ ആ ബന്ധത്തിൽ ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. അവരെക്കുറിച്ച് നിനക്ക് എന്നിൽ പങ്കില്ലെന്ന് ഒരിക്കലും കർത്താവ് പറയുകയില്ല. ആയിട്ടുള്ളതാ. ലോകത്തിനോ പിശാചിനോ ജഡത്തിനോ ഒന്നിനും അത് വേർപെടുത്തുവാനായിട്ട് സാധ്യമല്ല. റിലേഷൻഷിപ്പ് അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ബന്ധം അങ്ങനെയാണെങ്കിൽ, കൂട്ടായ്മ അങ്ങനെയുള്ളതല്ല. പാർട്ട് വിത്ത് മീ, അവനോട് കൂടെയുള്ള പങ്ക് അങ്ങനെയുള്ളതല്ല. ആ പങ്കെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവനോടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു ചെറിയ പാപം പോലും അതിനെ ഹനിക്കുന്നതാണ്, അതിനെ ഇല്ലാതെയാക്കുന്നതാണ്. അപ്പോൾ ആ നിലയിൽ നാം നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കണം. അവനും നമുക്കും മധ്യേ ഒന്നും വരാതെ നാം സൂക്ഷിക്കണം. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട സംഗതി നാം ഇപ്പോൾ ഓർക്കേണ്ടത്, പിതാവ് പുത്രനെ നമുക്ക് തലയായി നൽകിയിരിക്കുന്നു. അതാണ് പിതാവ് ചെയ്തത്. ഇനി രണ്ടാമത്തേലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. എന്താണ് രണ്ടാമത്തെ ഞാൻ ഓർപ്പിച്ചത്? എന്താണ് രണ്ടാമത്തെ ഞാൻ ഓർപ്പിച്ചത്? പുത്രൻ ദാനങ്ങളെ നൽകി. പുത്രൻ ദാനങ്ങളെ നൽകി. 4-ാം അധ്യായം 7-ാം വാക്യം തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഭാഗം എല്ലാം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചില വാക്യങ്ങൾ മാത്രം വായിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം.
7-ാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാ: എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. പുത്രൻ ചെയ്ത കാര്യമാണ് ഇവിടെ നാം കാണുന്നത്. വാക്യം താഴോട്ട് വായിക്കേണ്ടതാ, എന്നാൽ അത് വായിക്കാനായിട്ട് ഞാൻ ഉദ്യമിക്കുന്നില്ല. ഇവിടെയും നാം 12-ാം വാക്യം നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സമ്പൂർണത നമ്മിലുണ്ടാകുവാൻ എന്നുള്ള ആ പ്രയോഗം നാം കാണുന്നു. സമ്പൂർണതയാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിറവ്. അതിനിവിടെ പുത്രൻ ചെയ്ത കാര്യമാണ് നാം കാണുന്നത്. പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ ക്രൂശിൽ താൻ വന്ന കാര്യം നിവർത്തിച്ചു. രക്ഷയുടെ വേല, വീണ്ടെടുപ്പിൻ്റെ വേല. പിശാചിനെ അവിടെ തോൽപ്പിച്ചു. ജയാളിയായി അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഭൂമിയിൽ നിന്നും ഉയരത്തിലേക്ക് കയറി. വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ഭൂമിയിൽ നിന്നും ഉയരത്തിലേക്ക് കയറി. അങ്ങനെ ഉയർത്തപ്പെട്ട കർത്താവ് തൻ്റെ ജനത്തിന് എന്ത് നൽകി? ദാനങ്ങളെ നൽകി. അതെന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ ദാനങ്ങൾ പ്രാപിച്ച കൃപാവരങ്ങൾ പ്രാപിച്ച ചില വ്യക്തികളെക്കുറിച്ചൊക്കെയാണ് നാം കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ കൃപാദാനങ്ങളെ സഭയ്ക്കായി നൽകി. അവരുടെ ശുശ്രൂഷയാൽ വിശ്വാസികൾ എല്ലാവരും ക്രിസ്തു എന്ന തലയോളം അവർ വളരണം. ആ നിറവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിന് പുത്രൻ ചെയ്ത കാര്യമാണ് നാം അവിടെ കാണുന്നത്. അവൻ ദാനങ്ങളെ നൽകി. ആ വിശദീകരണത്തിലേക്ക് പോകാതെ പൊതുവായി ഞാൻ ഇങ്ങനെ പറയട്ടെ, ഉയർത്തപ്പെട്ട കർത്താവ് നമുക്ക് വരങ്ങളെ നൽകി, ആത്മീക കഴിവുകളെ നൽകി. ഇവിടെ വേറെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലേക്ക് ഞാൻ ഒന്നും തൊടുന്നില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കുക. കർത്താവ് നമുക്ക് കൃപാദാനങ്ങളെ നൽകിയിട്ടുണ്ട്, വരങ്ങളെ നൽകിയിട്ടുണ്ട്. എന്തിനാണ് വരങ്ങൾ? അത് നാം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ആത്മീക വളർച്ചയ്ക്ക് കാരണമാകണം. എനിക്കുള്ള കഴിവുകൾ മറ്റുള്ളവൻ്റെ ഗുണത്തിനാകണം. വിചാരിക്കുക, ശരീരം പല അവയവങ്ങളുണ്ട്, ഓരോ അവയവത്തിനും ഓരോ കഴിവുകളുണ്ട്. എന്തിനാണ് ആ കഴിവുകൾ? അത് ഉപയോഗിച്ച് മറ്റുള്ള അവയവങ്ങളുടെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മുഴുവനും വളർച്ചയ്ക്ക് അത് മുഖാന്തരമാകണം. ഇത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. ഇതിനാണ് ഉയർത്തപ്പെട്ട കർത്താവ് ഈ ദാനങ്ങളെ നമുക്ക് നൽകിയിരിക്കുന്നത്, കഴിവുകളെ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ നാം എത്രമാത്രമാണ് ബോധവാന്മാരായിരിക്കുന്നത്, എത്രമാത്രമാണ് നാം അവയെ ഉപയോഗിക്കുന്നത് എന്ന് നാം ഒന്ന് ഓർക്കേണ്ടത് ഏറെ ആവശ്യമാണ്. പലപ്പോഴും നാം മറ്റുള്ളവരെക്കുറിച്ച് പറയും, ഇല്ല വേണ്ടുവണ്ണം ആരും വളരുന്നില്ല, വേണ്ടുവണ്ണം ആരും ക്രിസ്തുവിനെ പോലെ ആകുന്നില്ല, അവൻ വളരെ ആത്മീയമായി വളരുന്നില്ല, അവൾ വളരുന്നില്ല, ഇങ്ങനെയൊക്കെ നാം പറയുമായിരിക്കാം. എന്നാൽ ചിലപ്പോൾ അതിൻ്റെ കാരണം നാം ആയിരിക്കാം, നമ്മുടെ അലസതയായിരിക്കാം. നമുക്കുള്ള പ്രത്യേക കഴിവുകൾ എന്തൊക്കെയാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? അത് കർത്താവ് നൽകിയതാണ്, മറ്റുള്ളവരുടെ നന്മയ്ക്കായി നമുക്ക് തന്നിരിക്കുക. അത് ഉപയോഗിക്കാതെ എന്താണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പോലും ശ്രദ്ധിക്കാതെ നാം ജീവിച്ചാൽ എന്തോ വലിയ ആത്മീയ അനാസ്ഥയാണത്. നമുക്കെന്താണ് ലഭിച്ചിരിക്കുന്നതെന്ന് നാം ബോധവാന്മാരാണോ? നമുക്കുള്ള കഴിവുകളെ എത്രമാത്രമാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? ഉയർത്തപ്പെട്ട കർത്താവ് നമുക്ക് ദാനങ്ങളെ നൽകിയിരിക്കുന്നു, കഴിവുകളെ നൽകിയിരിക്കുന്നു. നല്ലത് ദൈവനാമ മഹത്വത്തിനും മറ്റുള്ളവരുടെ ആത്മീക വളർച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ദൈവിക സമ്പൂർണത അവരിൽ നിറഞ്ഞു വരേണ്ടതിന്, തലയോളം അവർ വളരേണ്ടതിന് മുഖാന്തരമാകത്തക്കവണ്ണം നമുക്ക് തന്നിരിക്കുക. അത് ഉപയോഗിക്കുവാൻ നാം തുനിയേണ്ടതേറെ ആവശ്യമാണ്. പിതാവ് പുത്രനെ തലയായി നൽകി, പുത്രൻ ദാനങ്ങളെ നൽകി.
ഒടുവിലത്തത് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുന്നു. അത് 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം കാണുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി. തുടർന്ന് താഴേക്ക് പല കാര്യങ്ങൾ പറയുന്നത് നാം കാണുന്നുണ്ട്. അതിൻ്റെയും വിശദീകരണങ്ങളിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്, ആത്മാവ് നിറഞ്ഞവരായി. നാം ആത്മാവ് നിറഞ്ഞവരാകണം. ആത്മാവ് നമ്മെ നിറയ്ക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഇക്കാലത്തെ ശുശ്രൂഷകളെ നാം നോക്കിയാൽ അനവധി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ആത്മാവിൻ്റെ യുഗമെന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുന്നത്. ദി ഏജ് ഓഫ് ദ സ്പിരിറ്റ്. അത്രമാത്രം ശുശ്രൂഷകളാണ് പരിശുദ്ധാത്മാവിന് ഈ യുഗത്തിലുള്ളത്. അതവൻ ചെയ്യുകയാണ്. എന്നാൽ നാം നോക്കിയാൽ പരിശുദ്ധാത്മാവിൻ്റെ മറ്റുള്ള എല്ലാ ശുശ്രൂഷകളും ഒരിക്കലായിട്ടുള്ളതാ. ഉദാഹരണത്തിന് അവൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ആത്മസ്നാനം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഒരിക്കലായി നടന്നവയാ. മാത്രമല്ല, നമ്മളെ മുദ്രയിടുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളും അച്ചാരമായി ലഭിച്ചിരിക്കുന്നു. അതെല്ലാം ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ടുള്ളതാ. എന്നാൽ ഈ ഒരു ശുശ്രൂഷ, ഏത് ശുശ്രൂഷ? ആത്മാവ് നമ്മെ നിറയ്ക്കുന്നു എന്നുള്ള ശുശ്രൂഷ, അത് തുടർമാനമായി നടക്കേണ്ടതാ. ഇത് മാത്രമാണ് തുടർമാനമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ നിലയിലുള്ള ശുശ്രൂഷ. അത് തുടർമാനമായി നടക്കണം. അനുദിനം നിറവ് നമുക്ക് ആവശ്യമാ. എന്താ ആത്മാവിനാൽ നിറയുക എന്ന് പറഞ്ഞാൽ അർത്ഥം? നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കാം, വചനം പഠിക്കുന്നവരാണല്ലോ ഇവിടെ. എന്താ അതിൻ്റെ അർത്ഥം? ആത്മാവിനാൽ നിറയുക എന്ന് പറഞ്ഞാൽ പുതിയ നിയമ ഭാഷയിൽ നിറയുക എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാട്ട് നിയന്ത്രിക്കുക നിയന്ത്രിക്കുക. ആത്മാവിനാൽ നിറയണമെന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിയന്ത്രിതരാകണം. D.L. മൂഡി എന്ന ദേവദാസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരിക്കൽ D.L. മൂഡി ഈ വിഷയം, പരിശുദ്ധാത്മാവിനാൽ ഉള്ള നിറവിന് എന്നുള്ള ആ വിഷയം പഠിപ്പിക്കുവാനായിട്ട് സ്റ്റേജിലേക്ക് പോവുകയായിരുന്നു. അവൾ സ്റ്റേജിലേക്ക് പോയപ്പോൾ എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം ഒരു ഉദാഹരണം താൻ പറയുവാനായിട്ട് ശ്രമിച്ചു. അതിനായിട്ട് താൻ ഒരു ഗ്ലാസ് വെള്ളം സ്റ്റേജിൽ കൊണ്ടുപോയി, മറ്റേ കയ്യിൽ കുറേ ചെറിയ കൽക്കഷ്ണങ്ങളും താൻ കരുതി. അപ്പോൾ സ്റ്റേജിൽ കയറിയതിന് ശേഷം ആ വെള്ളം ഗ്ലാസ് വക്കോളവും നിറച്ചു. എന്നിട്ട് ജനത്തോട് ചോദിച്ചു, ഗ്ലാസ് ഇപ്പോൾ എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു? ജനങ്ങൾ ഉത്തരം പറഞ്ഞു, അതിപ്പോൾ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് താൻ മറ്റേ കയ്യിലുള്ള ആ കല്ലുകൾ ആ വെള്ളത്തിലേക്ക് ഇടുവാനായിട്ട് തുടങ്ങി. അപ്പോൾ വെള്ളത്തിലൊഴുക്കിയിട്ടപ്പോൾ കുറേ വെള്ളം വെളിയിലോട്ട് പോയി. എന്നിട്ട് ജനങ്ങളോട് താൻ ചോദിച്ചു, ഇപ്പോൾ ഈ ഗ്ലാസ് എന്തിനാൽ നിറഞ്ഞിരിക്കുന്നു? അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ആ ഗ്ലാസ് വെള്ളത്താലും കല്ലിനാലും നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് താൻ മറ്റേ കയ്യിലെ വിരലുകൾ മെല്ലെ ആ വെള്ളത്തിലോട്ടിട്ട് കല്ലുകൾ ഓരോന്ന് പറക്കി വെളിയിൽ കളഞ്ഞു. എന്നിട്ട് വീണ്ടും അത് വെള്ളം കൊണ്ട് മാത്രം താൻ നിറച്ചു. എന്നിട്ട് വീണ്ടും ജനത്തോട് ചോദിച്ചു, ഇപ്പോൾ ഇതെന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു? അപ്പോൾ ജനം പറഞ്ഞു, ഇപ്പോൾ അത് വെള്ളത്താൽ മാത്രം നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് താൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന കല്ലും മണ്ണും ചെളിയും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സകല ദുഷ്ടതയും നീക്കി പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി നിങ്ങളുടെ ഹൃദയത്തെ, ജീവിതത്തെ നൽകുന്നതാണ് എന്ത്? ആത്മനിറവ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത സംഗതികൾ, അനവധി കാര്യങ്ങൾ അകത്തൊക്കെ ഉണ്ടല്ലേ, ഇല്ലെന്ന് ആരും പറയാനായിട്ട് സാധ്യമല്ല. ഒത്തിരി കാര്യങ്ങൾ ആവശ്യമില്ലാത്തത്, കർത്താവിന് ഹിതകരമല്ലാത്തത് ഒത്തിരിയൊക്കെ അകത്ത് കുമിഞ്ഞുകൂടുന്നുണ്ട്. അവയൊക്കെ നീക്കം ചെയ്ത് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി നമ്മെ തന്നെ നൽകുന്നതാണ് എന്ത്? ആത്മനിറവെന്ന് പറയുന്നത്. അതാണ് ആത്മാവിനാൽ നിയന്ത്രിതമാകുന്ന അവസ്ഥ. അത് ഓരോ വിശ്വാസിയിലും ഉണ്ടാവണം.
അപ്പോൾ പരിശുദ്ധാത്മാവിന് ആ നിലയിൽ നമ്മെ തന്നെ നൽകുമ്പോൾ, നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ തുടങ്ങിയുള്ള കാര്യങ്ങൾ. ക്ഷമയെക്കുറിച്ചാണല്ലോ ഇന്നലെ കണ്ടത്. ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിലുണ്ടാവും. ആത്മാവിൻ്റെ ഫലം, ആ ഓരോ ഐറ്റംസും ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയാണ്. തലയോളം നാം വളരുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ നിറവും നമ്മുടെ ജീവിതത്തിൽ നിറയുകയാണ്. പ്രിയ വിശ്വാസികളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു എന്ന് നോക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ഈ ആത്മാവിനാൽ നിറഞ്ഞവരായി എന്നുള്ള പ്രയോഗത്തെക്കുറിച്ച് 2-3 കാര്യങ്ങൾ കൂടി പറയട്ടെ. മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അത്ര വ്യക്തമല്ലത്. ആത്മാവിനാൽ നിറഞ്ഞവരായി തുടങ്ങി അങ്ങനെ അങ്ങ് പറഞ്ഞു പോവുക. എന്നാൽ ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്, ആത്മാവിനാൽ നിറഞ്ഞവരാകുവിൻ. അതൊരു സജഷൻ അല്ല, വേണേ എടുത്തോ വേണ്ട എന്നുള്ള നിലയിൽ ഒരു സജഷൻ പറയുകയല്ല. ബട്ട് ഇറ്റ് ഇസ് എ കമാൻഡ്, ഒരു കൽപ്പനയാണ്. ദൈവമക്കളാണോ ഈ കൽപ്പന അംഗീകരിക്കണം. ഇറ്റ്സ് എ കമാൻഡ്. അത് മാത്രമല്ല, അത് വേണ്ടുവണ്ണം ശ്രദ്ധിച്ചാൽ ഇറ്റ്സ് ഇൻ പ്രസന്റ് ടെൻസ്, കണ്ടിന്യൂവസ് പ്രസന്റ് ടെൻസ്. being filled with the Spirit. നിങ്ങൾ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അത് മലയാളത്തിൽ വരുന്നുണ്ട്. ആത്മാവ് നിറഞ്ഞവരായി വർത്തമാനകാല പ്രയോഗമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എപ്പോഴും ഇത് ആവശ്യമാണ്. പ്രത്യേക യോഗങ്ങൾ ഉള്ളപ്പോൾ മാത്രമല്ല, കൺവെൻഷൻ സീസണിൽ മാത്രമല്ല, ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമല്ല, എപ്പോഴും. അത് മാത്രമല്ല, അവിടെ ബഹുവചന രൂപമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഭാഷകളിൽ അത് കാണാനായിട്ട് സാധ്യമായിരിക്കില്ല. എന്നാൽ ഞാൻ പറയുന്നത് മൂലഭാഷയില്ല, അത് ബഹുവചന രൂപമാണ്. എന്ന് വെച്ചാൽ സഭയിലെ വിശ്വാസികളിൽ എല്ലാവരിലും അതുണ്ടാവണം. കുറപ്പേർ മാത്രം പോരാ, സകലരിലും. മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും സുവിശേഷകന്മാരും സഹോദരിമാരും സഹോദരന്മാരും രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളും സകലരിലും അതുണ്ടാവണം. അതുമാത്രമല്ല, ഇറ്റ്സ് ഇൻ പാസീവ് വോയിസ്, കർമ്മണി പ്രയോഗമാണ് അവിടെ നാം കാണുന്നത്. എന്താ ഈ കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞാൽ? അതൊക്കെ മറന്നിട്ട് കാലങ്ങളായില്ലയോ? സ്കൂളിൽ പഠിച്ചപ്പോൾ പോലും ഗ്രാമറിലൊന്നും അത്ര താല്പര്യം ഇല്ലായിരുന്നില്ലേ? കർമ്മണി പ്രയോഗം, കർത്തരി പ്രയോഗം ഓർക്കുന്നുണ്ടല്ലോ ഇതൊക്കെ. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. എന്താ പാസീവ് വോയിസ്? ഞാൻ കടയിൽ പോയി, ആക്റ്റീവോ പാസീവോ? ഞങ്ങൾ കേൾക്കാൻ വന്നതാ, പറയാൻ വന്നതല്ല അല്ലേ? ഞാൻ കടയിൽ പോയി. ഞാൻ പോയി എന്ന് പറയുമ്പോൾ ഐ ആം ആക്റ്റീവ് ഇൻ ദാറ്റ്. ഞാനത് ചെയ്യുന്നതാ, അത് ആക്റ്റീവ് വോയിസാ. എന്നാൽ ഇങ്ങനെ പറയാ, എന്നെ കടയിൽ കൊണ്ടുപോയി, അത് ഞാൻ ചെയ്യുന്നതല്ല, മറ്റാരോ എന്നെ കൊണ്ടുപോയതാ. അവിടെയും ഞാൻ പോയി കടയിൽ, പക്ഷെ എന്നെ കൊണ്ടുപോയതാ. there I am passive. അതാണ് കർമ്മണി പ്രയോഗം എന്ന് എനിക്ക് തോന്നുന്നു. ആ കർമ്മണി പ്രയോഗം ഞാൻ ചെയ്തതല്ല, പക്ഷേ മറ്റൊരാൾ എന്നിൽ ചെയ്തതാ. അപ്പോൾ ആത്മാവ് നിറഞ്ഞവരായി എന്നുള്ള പ്രയോഗം കർമ്മണി പ്രയോഗമാണ്, പാസീവ് വോയിസാ. നാം ചെയ്യേണ്ടതല്ല, പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യേണ്ടതാ. നമുക്കൊന്നേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, എംപ്റ്റി വെസൽ, ഒഴിഞ്ഞ പാത്രം, നമ്മുടെ ജീവിതം അവൻ്റെ മുൻപാകെ സമർപ്പിക്കുക, കൊടുക്കുക, അവൻ നിറയ്ക്കുക. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൻ്റെ സമയം പോയല്ലോ, തീർന്നുവല്ലോ. നാം ഇവിടെ നിർത്തേണ്ടിയിരിക്കുന്നു. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ, ദൈവം ചെയ്യേണ്ടത്, ത്രിയേക ദൈവം ചെയ്യേണ്ടത്, ഇക്കാര്യത്തിനായി ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നു. നാം ആഗ്രഹിക്കേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണം. അതിൻ്റെ അർത്ഥം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അവൻ്റെ സ്വഭാവം തമ്മിൽ ഉളവാകുകയാണ്. അതിന് സ്വർഗം ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നാണ് നാം ഓർത്തത്. പിതാവ് പുത്രനെ തലയായി നൽകി, തലയോടുള്ള ബന്ധം നാം സൂക്ഷിക്കണം. പുത്രൻ നമുക്ക് ദാനങ്ങളെ നൽകി, ആ കൃപാവരങ്ങൾ നാം ഉപയോഗിക്കണം മറ്റുള്ളവരുടെ നന്മയ്ക്കായി. അങ്ങനെ വളരണം ഒന്നിച്ച്. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവരായി പരിശുദ്ധാത്മാവിന് ജീവിതത്തിൽ ഇടം കൊടുത്ത് നാം ജീവിക്കണം. അപ്പോൾ പുത്രൻ്റെ ആ ആനുരൂപ്യം ജീവിതത്തിലുണ്ടാകും.
അല്ലെങ്കിൽ ആ ആത്മാവിൻ്റെ ഫലം ജീവിതത്തിലുണ്ടാവും. അപ്പോൾ പുത്രൻ്റെ ആ അനുരൂപ്യം, പുത്രൻ്റെ ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ പുത്രൻ അദൃശ്യനായ ദൈവത്തിൻ്റെ ആ ദൃശ്യരൂപം ആയതുകൊണ്ട് ദൈവത്തോടുള്ള അനുരൂപ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിറവ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു വരികയാണ്. ഈ ആഗ്രഹം നമ്മുടേതായിരിക്കട്ടെ. തുടർന്നുള്ള പഠനത്തിലും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ തുടർന്നും സഹായിക്കുവാനായിട്ടും അതുപോലെ നാം കേട്ട കാര്യങ്ങൾ നാം ചിന്തിക്കുവാനും വേണ്ടതായിട്ടുള്ള കൃപ നൽകട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ഈ ക്ലാസ്സിൽ നിന്നും വിരമിക്കുന്നു. ഇതിന് സ്തോത്രം. പ്രിയ കർത്തദാസിൽ കൂടി നമുക്ക് കേട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടിട്ട് വളരെ വർഷങ്ങളായി, എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതം എത്രത്തോളം ദൈവം ആഗ്രഹിക്കുന്ന നിലയിലായിത്തീർന്നിട്ടുണ്ട് എന്നതിനെപ്പറ്റി, അല്ലെങ്കിൽ ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന, ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നാം ചുരുക്കമായി ചിന്തിച്ചു. നമുക്കെല്ലാവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ. ഇപ്പോൾ പ്രിയ ജോയ്ക്കുട്ടി പ്രാർത്ഥിച്ച് നമുക്ക് ടീ ബ്രേക്കിനായി സമയം എടുക്കാം. സ്വർഗപിതാവാൻ ദൈവമേ, ഞങ്ങളങ്ങേ അവിടുന്ന് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. രാവിലെ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ തൊക്കണം അവിടുന്ന് ഇടയാക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനം വായിച്ചു വരുവാൻ അവിടുത്തെ ദാസനെ എടുത്തുപയോഗിച്ചു, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിൻ്റെ നിറവ് ഞങ്ങളിൽ ഉണ്ടോ എന്ന് ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ, വരും ദിവസങ്ങളിൽ ഞങ്ങൾ കൂടുതലായി ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുക സ്തോത്രം. ആ പുത്രനിൽ ഞങ്ങൾ കൂടുതൽ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ ദിവസവും ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കർത്താവെ ടീ ബ്രേക്കിനായിട്ട് പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുകയും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. മൗനവും അങ്ങേക്കിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ.